ഞാനിന്ന് ഈ ഒരു ഷോറൂമിൽ വന്നപ്പോൾ യാദൃശികമായിട്ട് ഇവിടെ ഒരു ഡെലിവറി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാറിനോട് നമുക്ക് ചോദിക്കാം ഇവിടെ ഒന്ന് വണ്ടി എടുത്തുള്ള എക്സ്പീരിയൻസ് എന്താണ്. നമസ്കാരം. ഓക്കെ, എൻ്റെ പേര് നിതിൻ. എങ്ങനെയുണ്ടായിരുന്നു ഓട്ടോ ലെഗസിയിൽ വന്നിട്ട്? ഏത് വാഹനമാണ് എടുത്തിട്ടുള്ളത്? ഇവിടെ കാര്യങ്ങൾ വന്നപ്പോൾ തന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഞാൻ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്ത കാർ തന്നെയായിരുന്നു ഈ i20 ആക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ തന്നെ ഇവിടുത്തെ സ്റ്റാഫ് ആയാലും സപ്പോർട്ടിംഗ് സ്റ്റാഫ് എല്ലാവരും നല്ലപോലെ ഹെൽപ്പ് ചെയ്തു. പിന്നെ ഇത് ടെസ്റ്റ് ചെയ്യാനായാലും എല്ലാത്തിനും വളരെയധികം അവള് നന്നായി ഹെൽപ്പ് ചെയ്തിരുന്നു. ഏത് വാഹനം എടുത്തേ? i20 ആക്റ്റീവ് SX വാഹനം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം? ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഹുണ്ടയുടെ തന്നെ ആയിരുന്നു. അപ്പോൾ ഹുണ്ടയുടെ എടുക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഹുണ്ടായുടെ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. ഏതായിരുന്നു ഹുണ്ടയുടെ വാഹനം യൂസ് ചെയ്തിട്ടുള്ളത്? ഹുണ്ടായി ഇയോൺ ആയിരുന്നു. ഇയോൺ ഇവിടെ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ i20ലേക്ക് വന്നിട്ടുള്ളത് അല്ലേ? എങ്ങനെയുണ്ട്? അഫോർഡബിൾ പ്രൈസ് അല്ലേ? അതെ തന്നെ, അവരുടെ അഫോർഡബിൾ പ്രൈസ് തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പ് വാഹനങ്ങളായിരിക്കും അല്ലേ? നമുക്ക് ഷോറൂമിൽ നിന്ന് എടുക്കണോണം ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ സാർ ഇവിടുന്ന് എടുത്തതിൽ സന്തോഷം തന്നെയാണ്. ഓക്കെ, അങ്ങനെ i20 സ്വന്തമാക്കിയാണ് അല്ലേ? എന്താണ് പറയാനുള്ളത് i20 വാഹനം എടുത്തതിനെ പറ്റിയിട്ട്? ഇയോൺ കൊടുത്തിട്ട് അങ്ങനെ i20ലേക്ക് വന്നു. ഇനി ഇതിനാട്ടും ഉയരങ്ങൾക്ക് എടുക്കാൻ പറ്റട്ടെ അല്ലേ വാഹനങ്ങൾ. ഓക്കെ, താങ്ക് യു. മച്ചവരെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഞങ്ങളുടെ സ്വന്തം അബുക്കി വ്ലോഗ്സ് അഭിലാഷ്. നമ്മളിപ്പോ നിൽക്കുന്നത് തൃശ്ശൂര് ശങ്കരയ റോഡിലുള്ള ഓട്ടോ ലെഗസി യൂസ്ഡ് കാർസിന്റെ ഷോറൂമിലാണ് കേട്ടോ. എന്താണല്ലേ, ഇവിടെ ഗംഭീര പ്രത്യേകതയാണ് ഇവിടുത്തെ യൂസ്ഡ് കാർസിന്. ഒന്നാമത്തെ പ്രത്യേകത, സിംഗിൾ ഓണർ വാഹനങ്ങളായിരിക്കും കൂടുതൽ. അതുപോലെ എല്ലാവർക്കും പുതിയ വാഹനങ്ങൾ എടുക്കാൻ നമ്മുടെ ജോർജ് കുട്ടി ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് വലിയൊരു പ്രയോജനമാവും ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് അവരുടെ ആ ഷോറൂമിന്റെ വിശേഷങ്ങളും ഇവിടുത്തെ വാഹനങ്ങളുടെ വിശേഷങ്ങളും കണ്ടാലോ. പോരേട്ടാ. ഓട്ടോ ലെഗസി യൂസ്ഡ് കാർസ് ഷോറൂം സ്ഥിതി ചെയ്യുന്നത് ശങ്കരയ റോഡ് ചീരൻസ് ഷോറൂമിന്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ. ഓട്ടോ ലെഗസി യൂസ്ഡ് കാർസിലെ വിശേഷങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സെയിൽസ് ഇൻചാർജ് ആയിട്ടുള്ള ദതീഷ് മച്ചാൻ നമ്മളോടൊപ്പം ഉണ്ട്. മച്ചാനോട് നമുക്ക് ചോദിക്കാം വാഹനങ്ങളുടെ വിശേഷവും കാര്യങ്ങളും കേട്ടോ. ദതീഷ് മച്ചാൻ നമസ്കാരം കേട്ടോ. നമസ്കാരം അബു. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഒരു ഇയർ എൻഡ് ക്ലോസിംഗ് സെയിൽസിന്റെ ഒരു ടൈമാണ് ഇപ്പൊ. ടൈമാണ്, നല്ല തിരക്കിലുമാണ് അടച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഡെലിവറി കാര്യങ്ങളൊക്കെ ഡെലിവറി കഴിഞ്ഞു. ഇനി അടുത്ത ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഉഷാറാവട്ടെ. അപ്പൊ ദതീഷ് മച്ചാൻ നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അഫോർഡബിൾ പ്രൈസിലാണ് ഇവിടെ വാഹനങ്ങൾ കൊടുക്കണേന്ന് കേട്ടു. അതും സിംഗിൾ ഓണർ വാഹനങ്ങൾ അല്ലെ? മാക്സിമം സെക്കൻഡ് ഓണർ, അപൂർവം വണ്ടികൾ സെക്കൻഡ് ഓണർ വണ്ടികൾ ഉണ്ടായിരിക്കുള്ളൂ. മാക്സിമം നമ്മൾ സിംഗിൾ ഓണർ വണ്ടികളാണ് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള വണ്ടികൾ. ഓക്കെ, അതായത് ഷോറൂമിൽ നിന്ന് നമ്മൾ എടുക്കണ അതേ ഫെസിലിറ്റി നമുക്ക് ഇവിടുന്ന് കിട്ടും. അത് മാത്രമല്ല, ഷോറൂമിൽ നിന്ന് നമ്മൾ പുതിയ വണ്ടി എടുക്കുന്ന പോലെ തന്നെ നമ്മൾ വാറന്റി അടക്കം കൊടുക്കുന്നുണ്ട്. വാറന്റി ആവശ്യമുള്ളവർക്ക് നമ്മൾ വാറന്റി ചെയ്ത് കൊടുക്കും. നമുക്ക് എർട്ടിഗ സ്റ്റാർട്ട് ചെയ്താലോ?
ഒരു 7 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന വാഹനം അല്ലേ? എന്താണ് ഇവന്റെ വിശേഷങ്ങള്? ഇതിന്റെ വിശേഷം എന്ന് പറഞ്ഞാൽ 2020 മോഡല് പെട്രോൾ ഹൈബ്രിഡ് വണ്ടിയാണ്. VXi അത്യാവശ്യം നല്ല മൈലേജ് കൊടുക്കുന്ന വണ്ടിയാണ്. അത് മാത്രമല്ല, അത് 43,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വെറും 43,000 കിലോമീറ്റർ. അതെ. അല്ല, അത് മാരുതിയുടെ എർട്ടിഗ. ഓക്കെ. എങ്ങനെയാ പ്രൈസും കാര്യങ്ങളൊക്കെ? അബുമച്ചാന്റെ വീഡിയോ കണ്ടുവരുന്ന ആളുകൾക്ക് നെറ്റ് പ്രൈസ് ആയിട്ട് 865 നമ്മൾ ഈ വണ്ടി കൊടുക്കും. അടിപൊളി. അതായത് നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന ആൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ 2020 സിംഗിൾ ഓണർ 43,000 കിലോമീറ്റർ ഓടിയ എർട്ടിഗ 8,65,000 രൂപയ്ക്ക് പ്രൈസ് ആണ് അത്. ചിലപ്പോ ഇവന്റെ ഇന്റീരിയർ നോക്കിയാലോ? ഇന്റീരിയർ നോക്കാം, നല്ല ക്വാളിറ്റി ഇന്റീരിയർ ആണ്. അപ്പൊ നോക്കിയതിന്റെ ഉള്ളിലേക്ക് നല്ല നീറ്റ് കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടിയാണ്. ഒരു സ്ക്രാച്ച് പൊടികളോ ഒന്നും ഇല്ല. നമ്മളെല്ലാ വർക്കും കഴിഞ്ഞ് പോളിഷ് ചെയ്തിട്ടാണ് വണ്ടി ഇവിടെ കയറ്റിയിടുക. സീറ്റിന്റെ ക്വാളിറ്റി ഒക്കെ സെറ്റ് സീറ്റ് ഇട്ടാ. ആൻഡ്രോയിഡ് ഉണ്ട്, മിറർ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്, എല്ലാ ഫീച്ചേഴ്സും ഉള്ള വണ്ടിയാണ്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കില് അത് നല്ല റിയർ AC വെന്റ് ഉണ്ട്, മുകളില് റിയർ AC വെന്റ് ഉണ്ട്. അപ്പൊ പുറകിൽ ഇരിക്കുന്നവർക്ക് നല്ല കൂളായിട്ട് ചില്ലായിട്ട് പോവാം. അത്യാവശ്യം സ്പേസ് ഉണ്ട്. മച്ചനൊരു സ്ക്രാച്ച് പോലും ഇല്ലല്ലോ വാഹനത്തിന്. അതുണ്ടാവില്ല. നീറ്റ് ആൻഡ് ക്ലീൻ വാഹനം കേട്ടാ. നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് എങ്ങനെ എടുക്കണോ അതേപോലെ എടുക്കാം അല്ലേ? അതെ അതെ. ഒക്കെ നോക്കി നോക്കിയേ, 95ന്റെ മേലുണ്ട്. അതായത് ഫ്രണ്ടിലാക്കണെങ്കിൽ 100% ഉള്ള ടയറാണ്. ഫ്രണ്ട് 100% ടയർ ഉണ്ട് അല്ലേ? സെറ്റ് ഇട്ടാ. ഇത് ദിശോചന ശരിക്കും പറയുകയാണെങ്കിൽ ടയറൊന്നും ഇപ്പൊ മാറ്റേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് പെട്രോൾ ഓടിക്കുക കറക്റ്റ് സമയത്ത് സർവീസ് ചെയ്യാം. ഒന്നും ചെയ്യാനില്ല. വെർട്ടിയുടെ വിശേഷങ്ങൾ കഴിഞ്ഞു. പിന്നെ വന്നിട്ടുള്ളത് നമുക്കൊരു പുലിയാണ്, ഹുണ്ടായി ക്രെറ്റ 2021 മോഡല് SX എക്സിക്യൂട്ടീവ് മോഡല്. 2021 എക്സിക്യൂട്ടീവ് അല്ലേ? എങ്ങനെയാ അതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ പറയണേ? ഇതിന്റെ പ്രൈസ് അബുമച്ചാന്റെ ടീമിന് വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് നമ്മൾ 13 രൂപ കൊടുക്കും. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അത് മാത്രല്ല, ഇതിന്റെ കിലോമീറ്റർ പറയണെങ്കിൽ വെറും 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 14,000 കിലോമീറ്റർ? വെറും 14,000 കിലോമീറ്റർ വിളിച്ചുട്ടാ. പക്ക കമ്പനി സർവീസിൽ നിൽക്കുന്ന വണ്ടി. ടയേഴ്സും കാര്യങ്ങളൊന്നും 14,000 ടയർ. അതെ, ഇനി നോക്കണ്ട, ഒന്നും നോക്കാല്ല. ഓക്കെ. എന്തായാലും നമുക്ക് ഇതിന്റെ ഇന്റീരിയറിലേക്ക് പോയി. ഇന്റീരിയർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗംഭീരാണ്. പനോരമിക് സൺറൂഫ്, ബാക്കി എല്ലാ ഫെസിലിറ്റീസും ഉള്ള വണ്ടി. അതായത് ഒരു ലക്ഷറി കാർ ആവശ്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചോ അല്ലെ? ഒന്നും നോക്കാല്ല. നമ്മുടെ ഇതിലെ നമ്പർ ഉണ്ട്, വിളിക്കുക, പെട്ടെന്ന് വിളിക്കുക, എടുക്കുക, പെട്രോൾ അടിക്കുക, ഓടിക്കുക. അതെ. അപ്പൊ മച്ചങ്ങോട്ട് വന്നേ ഉള്ളിലേക്ക് നോക്ക്. എന്തത് ആകാശം കണ്ട് വണ്ടിയിൽ യാത്ര ചെയ്യാം നമുക്ക്. പനോരമിക് സൺറൂഫ് ഉള്ള വണ്ടി വെറും 13 ലക്ഷം രൂപയ്ക്ക് വെറും 10,000 കിലോമീറ്റർ മാത്രം ഓടിയുള്ള. മീറ്ററിലേക്ക് നോക്കിയേ. 13 ലക്ഷം കൊടുത്ത് മേടിക്കുമ്പോ എല്ലാ ഫെസിലിറ്റിയും വാഹനത്തിലുണ്ടല്ലോ അല്ലെ? അതെ. സീറ്റിംഗ് ഒക്കെ ഒരു രക്ഷയില്ലാത്ത ഉത്തമ വണ്ടി, ഷോറൂം കണ്ടീഷനിൽ പോലെയുള്ള വണ്ടി. ഇവിടെ വെക്കുന്ന വാഹനങ്ങൾ നമ്മളിപ്പോ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും, എന്തെങ്കിലും ആക്സിഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്ലഡ് ആയിട്ടോ അങ്ങനെയൊക്കെ വന്നിട്ടുള്ള വാഹനങ്ങളാണോ എന്നുള്ളത്. അപ്പൊ അതിനെ പറ്റി എന്താ മച്ചാന് പറയാളെ? നമ്മൾ ഒരുപാട് ചെക്കിങ് കഴിഞ്ഞതിന് ശേഷമാണ് വണ്ടി നമ്മളിവിടെ കയറ്റുന്നത്. ഓക്കെ. അപ്പൊ ഫ്ലഡ് അല്ലെങ്കിൽ മേജർ ആക്സിഡന്റ് അങ്ങനത്തെ വണ്ടികൾ നമ്മളിവിടെ ഷോറൂമിൽ കയറ്റില്ല, എടുക്കില്ല. ഇനി അങ്ങനെ അഥവാ നിങ്ങൾക്ക് ഒരു 7 വണ്ടി കൊണ്ടുപോയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ പൈസ തിരിച്ചു കൊടുക്കും. മച്ചാനപ്പോ നേരെ പോ. അതാണ് ഈ ഓട്ടോ ലെഗസിയുടെ മുഖമുദ്ര അല്ലെ? അതാണ് നിങ്ങൾക്ക് ഇങ്ങനെ കച്ചവടം. അതെ. മച്ചാൻ പറഞ്ഞില്ലേ നമുക്ക് അഡീഷണൽ വാറന്റി എടുക്കാന്നുള്ളത്? അതെന്ത് സംഭവം? വാറന്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിക്ക് മെയിൻ ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ പൈസ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എഞ്ചിൻ, ഗിയർ ബോക്സ്, അതുപോലെ AC കംപ്രസർ, ഇതെല്ലാം പോയി കഴിഞ്ഞാൽ അവരുടെ നല്ലൊരു ഫണ്ട് ഇറങ്ങും. അപ്പൊ അത് നമ്മൾ സെക്യൂർഡ് ആക്കാൻ വേണ്ടിയിട്ട് വാറന്റി 1 ഇയർ വാറന്റി അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ വണ്ടിക്ക് വാറന്റി കൊടുക്കും. അഡീഷണൽ വാറന്റി. ഓക്കെ. എഞ്ചിനോ ഗിയർ ബോക്സിനോ അതുപോലെ AC കംപ്രസറിനോ എന്തെങ്കിലും വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ, മേജർ ആയിട്ടുള്ള ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അതായത് ഷോറൂമുകളിൽ പോയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ആ വാറന്റിക്ക് എങ്ങനെയാ പ്രൈസ് പറയുന്നത്? വാറന്റിക്ക് ഓരോ വാഹനങ്ങളുടെ അതിനനുസരിച്ച് വ്യത്യാസം വരും. ഓക്കെ. അതായത് എർട്ടിഗയുടെ ആവില്ല, നമുക്ക് അങ്ങനെ മാറ്റം വരുമല്ലോ അല്ലെ? വാറന്റി കൊടുക്കാന്ന് പറയുന്നത് വാറന്റി കൊടുക്കാനുള്ള കോൺഫിഡൻസ് നമുക്കുണ്ട്. ക്വാളിറ്റി ഉള്ള വണ്ടിക്ക് വാറന്റി കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. കാരണം വാറന്റിക്ക് സർട്ടിഫിക്കേഷനും കാര്യങ്ങളും ഉണ്ട്. ആ സർട്ടിഫിക്കേഷൻ എല്ലാം ചെയ്ത് പാസ്സായ വണ്ടികളെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് അടുത്ത വാഹനം നോക്കിയാലോ? ടാറ്റ അൾട്രോസ് അല്ലെ? 2021 മോഡൽ XZ. ഓക്കെ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്.
വെറും 29,000 കിലോമീറ്റർ മാത്രമേ ഓടിയുള്ളൂ, സിംഗിൾ ഓണർഷിപ്പ്. വെറും 29,000 കിലോമീറ്റർ അല്ലേ? നമുക്ക് പെട്രോൾ വാഹനം. എങ്ങനെയാ അതിന്റെ പ്രൈസ് പറയുന്നത്? നമുക്ക് അബുമച്ചാന്റെ വ്യൂവേഴ്സിനായിട്ട് നമുക്ക് 6,10 കൊടുക്കാം. 6,10,000 രൂപയ്ക്ക് അല്ലേ? വണ്ടി എന്താ പറയാ, നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി. നമുക്ക് ടയേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട് വെച്ചാല്? നല്ല പുതിയ ടയറാണ്, ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പുത്തൻ ടയർ. ഇന്റീരിയർ ഒക്കെ നോക്കിയാ നല്ല ക്വാളിറ്റി ഇന്റീരിയർ, റിയർ AC വെന്റ് എല്ലാം ഉള്ള വണ്ടിയാണ്. ഓക്കെ, നമുക്ക് ഫ്രണ്ട് കൂടി ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആംബിയന്റ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്സ് ഒക്കെ ഉള്ളതാണ്. ആംബിയന്റ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഹാർമന്റെ ആണ് സിസ്റ്റം വരുന്നത്. ടാറ്റയുടെ ഇൻബിൽട്ട് വരുന്നതാണ്. ഇപ്പൊ നമ്മൾ ഈ കണ്ട 3 വാഹനങ്ങള് നമുക്ക് സർവീസ് ഒക്കെ എങ്ങനെയാ വരുന്നത്? സർവീസ് ഒക്കെ കമ്പനി സർവീസുള്ള വണ്ടികളാണ്, കമ്പനി സർവീസുള്ള വാഹനങ്ങളാണ്. അതാണ് നേരത്തെ പറഞ്ഞ പെട്രോൾ അടിക്കുക, ഓടിക്കുക, സർവീസ് ചെയ്യുക അല്ലേ? വേറെ ഒന്നും ചെയ്യാല്ലോ. നമ്മുടെ ഹുണ്ടായി വെന്യൂ അല്ലേ? വെന്യൂ എങ്ങനെയുണ്ട് വിശേഷങ്ങള്? 2022 മോഡലാണ്. ടർബോ DCT ഗിയർ ബോക്സ് ഓട്ടോമാറ്റിക് വരുന്ന വണ്ടി, സിംഗിൾ ഓണർ. 2022 അണ്ടർ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. എന്തായാലും മച്ചാനെ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ നോക്കിയ വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഷോറൂമിൽ നമുക്ക് എടുക്കുന്ന പോലെ ആ ബേസ് ഇട്ടാ. ഇതിൽ നമ്മുടെ വാറണ്ടിയുടെ ആവശ്യം വരുന്നില്ല, കമ്പനി ഹുണ്ടായുടെ വാറണ്ടി നിൽക്കുന്നുണ്ട്. വാറണ്ടി ഓൾറെഡി നിൽക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു കൂടുതൽ ഇത് ലേഡീസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള വണ്ടികളായിരിക്കണം അല്ലേ? അങ്ങനത്തെ ഉണ്ട്, അതായത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന വണ്ടികളെ നമ്മൾ എടുക്കുള്ളൂ. ഓക്കെ, സിംഗിൾ ഓണറാണ്. 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇന്റീരിയർ ഒന്നും ഒരു രക്ഷയില്ല. നോക്ക് വെച്ചവര് കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടാ. ബാക്കൊക്കെ ഉഷാർ കേട്ടാ, ഒരു രക്ഷയില്ലാത്ത വണ്ടിയാ. എന്താ നേരെ നമ്മുടെ ഷോറൂമിലേക്ക് വരിക, വണ്ടി എടുക്കുക, പെട്രോൾ അടിക്കുക, ഓടിക്കുക. നോർമലി ഒരു യൂസ്ഡ് കാർ വാങ്ങിക്കുമ്പോഴേ ഒരു ടോക്ക് ഉണ്ട് നമ്മുടെ അവിടെ. ഒരു 10-20,000 നമ്മൾ എക്സ്ട്രാ കാണണം. അതെ, ആ വണ്ടിമ്മ എന്തെങ്കിലും ഇതുണ്ടാവും, അതിനൊരു 20,000 രൂപയെങ്കിലും എക്സ്ട്രാ കാണണം. കൂട്ടുകാരായാലും എന്താ പറയാ, എന്തായാലും നീ ഒരു 10,000 രൂപ മാറ്റി വെച്ചു. സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്, എന്തായാലും പണി വരും അല്ലെ? ഇവിടുന്ന് എടുക്കുമ്പോ നമുക്ക് അതിന്റെ ഒരു ആവശ്യമില്ല. നമ്മളെല്ലാ വർക്ക് ഉണ്ടെങ്കിൽ എന്തെങ്കിലും വർക്ക് പെൻഡിങ് ഉണ്ടെങ്കിൽ അത് തീർത്തിട്ടാണ് നമ്മൾ വണ്ടി കൊടുക്കുള്ളൂ. അല്ല മച്ചാനെ, പൈസ എന്തായാലും കരുതേണ്ടി വരും. എന്താ പറയൂ, ഇനി അവന് അഡീഷണൽ എന്തെങ്കിലും ഫിറ്റിംഗ് വെക്കണം, അതിന് വേണമെങ്കിൽ കാശ് വേണം. എക്കോസ്പോർട്ട് എങ്ങനെയാ കാര്യങ്ങൾ പറയണേ? 2017 മാനുഫാക്ചർ, 2018 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ വണ്ടി. വെറും 67,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോള് ട്രെൻഡ് എന്ന് പറയുന്ന ഓപ്ഷനിലുള്ള. നമുക്ക് ഇതില് വരുമ്പോ പോണറ്റുമ്പോ ചെറിയ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മള് ഫുൾ പെയിന്റ് ചെയ്യേണ്ടി വരും. റീപെയിന്റ് കുറെ കയറി എന്നുള്ള ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് ചെറിയൊരു സ്ക്രാച്ച് ആയതുകൊണ്ട് വെച്ചുള്ളത്. അത് അടിപൊളി കളറ് വാഹനം കേട്ടാ. നമുക്ക് ഇതിന്റെ ഇന്റീരിയർ ഒക്കെ നോക്കാം. ഇതിന്റെ ടയേഴ്സും കാര്യങ്ങളും അത്യാവശ്യം ഫ്രണ്ട് ടയർ ഒരുവിധം നല്ല ടയറാണ്. ഓക്കെ, ബാക്ക് വരുമ്പോ സ്വല്പം കുറവാണ്, എന്നാലും കുഴപ്പമില്ല. നമുക്കൊരു 100-ൽ 50-55% ഉണ്ടല്ലേ? ഫ്രണ്ട് നമുക്കൊരു 90% ടയേഴ്സ് ഉണ്ട് കേട്ടോ. ഇന്റീരിയർ നോക്കി കഴിഞ്ഞാൽ വേണ്ട, നീറ്റാണ്. 2018 വണ്ടിയാന്ന് ആരെങ്കിലും കണ്ടാ പറയില്ല നീറ്റ് കേട്ടാ. ശരിക്കും മച്ചനെ എക്കോസ്പോർട്ട് ഒക്കെ ഇപ്പോഴും ജാതി ഫാൻസ് ഫേസുള്ള വണ്ടിയാണ്. എക്കോസ്പോർട്ട് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർക്ക് അത് കിട്ടിയേ പറ്റൂ. എന്റെ വൈഫിന് വലിയ ഇഷ്ടമുള്ള വാഹനം കേട്ടോ എക്കോസ്പോർട്ട്. ഇതില് യാത്ര ചെയ്താലേ എത്ര യാത്ര ചെയ്താലും മതിയാവില്ല. അതെ, ഫോർഡ് വേറെ മുതലല്ല. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. സേഫ്റ്റി ഒരു രക്ഷയില്ല. ധൈര്യമായിട്ട് നോക്കിയിരുന്നു നമ്മുടെ ഫാമിലിയും കൊണ്ടുപോകുമ്പോ ധൈര്യമായിട്ട് പോവാല്. ലാസ്റ്റ് പ്രൈസ് എത്ര പറഞ്ഞു? ലാസ്റ്റ് പ്രൈസ് നമുക്ക് 5,20 കൊടുക്കാം. 5,20. അതും അപ്പൊ ഇതിന്റെ റൂഫൊക്കെ നോക്കിയേ, എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ റിയർ സീറ്റ് കാര്യങ്ങളും നോക്കിക്കോ, നീറ്റ് ആൻഡ് ക്ലീൻ അല്ലേ? ക്ലീൻ. ചിലപ്പോ എക്കോസ്പോർട്ട് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിക്കാൻ വരിക, വണ്ടി എടുക്കുക, പെട്രോൾ അടിക്കുക, ഓടിക്കുക. അടുത്തത് നമ്മുടെ സ്വന്തം ഹുണ്ടായി ഇയോൺ അല്ലേ? ഹുണ്ടായി ഇയോൺ. അതായത് 5 ലക്ഷം 10 ലക്ഷം ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക്, ഒരു ആദ്യമായിട്ട് ഒരു കാർ വാങ്ങിക്കുന്ന ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു ചെറിയൊരു വണ്ടി. 2015 മോഡല്, സിംഗിൾ ഓണറിൽ 32,000 കിലോമീറ്റർ മാത്രമേ ഓടിക്കുള്ളൂ. 32,000 കിലോമീറ്റർ. അതെ, പൊളി. ഇനി അത് പോട്ടെ, നമ്മുടെ ആ ഒരു ബേസിൽ വരുന്ന ആൾക്കാർക്കുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ 2,10 കൊടുക്കും. 2,10. ഇതും വരാ, വാങ്ങുക, പെട്രോൾ അടിക്കുക, ഓടിക്കുക. ഇന്റീരിയറിലൊക്കെ നോക്കിയാലോ? ഓക്കെ, നോക്കാം. ടയേഴ്സ് ഒക്കെ പുതിയ പുത്തൻ ടയേഴ്സ്. ഇന്റീരിയർ ഇത്ര നല്ലൊരു ഇന്റീരിയർ. അതുപോലെ എന്താ പറയാ, ടോട്ടലി വാഹനം നോക്കുമ്പോ നമ്മള് ഒരു ഷോറൂമിൽ കൊടുത്ത് സർവീസ് കഴിഞ്ഞ് കൊണ്ടിരില്ലേ, അതേ ഒരു ഇതായിട്ട് നമുക്ക് കിട്ടണേ.
നീറ്റ് ആൻഡ് ക്ലീൻ കേട്ടോ. സീറ്റൊക്കെ നോക്കിയൊക്കെ സീറ്റിംഗ് ഒക്കെ പക്കാട്ടോ. കണ്ട ഒരു ചളിയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഒരു 30,000 രൂപയുടെ വണ്ടി ഇറക്കാം ഡൗൺ പേയ്മെന്റിൽ. 30,000 രൂപ ഉണ്ടെങ്കിൽ നമുക്കിപ്പോ ഈ വാഹനങ്ങളൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ലോൺ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത്, അതായത് പുറത്തേക്കോ കാര്യങ്ങൾക്കോ നിങ്ങൾ പോകേണ്ട ആവശ്യം വരുന്നില്ല. വെറും 30,000 രൂപ ഉണ്ടെങ്കിൽ ഇവനെ ഇറക്കാൻ പറ്റും കേട്ടോ. അതുപോലെ നമ്മൾ നേരത്തെ കണ്ട എർട്ടിഗനൊക്കെ എത്ര രൂപയ്ക്ക് ഇറക്കാം? എർട്ടിഗൊക്കെ നമുക്കൊരു കുഴപ്പമില്ലാത്ത പ്രൊഫൈലാണ്. മാക്സിമം ഒരു 1,00,000 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇറക്കാൻ പറ്റും അല്ലേ? ഓക്കെ. കഴിയാൻ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പൊ ആദ്യമായിട്ടൊരു വാഹനം എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പറ്റിയൊരു വണ്ടി അല്ലേ? ഓൾറെഡി നമ്മള് ബുക്കിംഗ് ആയിട്ടുള്ള വണ്ടിയാണ്. സെയിൽ ആയിട്ടുള്ള വണ്ടിയാണ് അല്ലേ? നമുക്ക് ഹോണ്ട അല്ലേ? ഹോണ്ട അമേസ് അല്ലേ? ഹോണ്ട എന്ന് പറയുമ്പോ നേരത്തെ പറഞ്ഞോണം നല്ലൊരു ഫാൻ ബേസ് ഉള്ള വാഹനമാണ്. ഹോണ്ട അമേസ് ഡീസലാണ്. അപ് ടു ഡേറ്റ് കഴിഞ്ഞ ജനുവരി വരെ കമ്പനി സർവീസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ. ഇതിന്റെ സർവീസ് ഹിസ്റ്ററി ഒക്കെ ഷോറൂമിൽ ഉണ്ടാവും അല്ലേ? ഓൾറെഡി ബുക്കിംഗ് ആയി ഈ വണ്ടി. ബുക്കിംഗ് ആയി. മറ്റേ നമ്മളിപ്പോ ചെയ്ത വാഹനങ്ങളൊക്കെ സർവീസ് ഹിസ്റ്ററി ഉള്ളതല്ലേ? ഹിസ്റ്ററി ഉള്ള വണ്ടികളാണ്. ഇത് നിങ്ങൾ ഏത് ഷോറൂമിൽ കൊണ്ടുകൊടുത്താലും അതിന്റെ സർവീസ് ഹിസ്റ്ററി നിങ്ങൾക്ക് കിട്ടും. ഇവിടെ സർവീസ് ഹിസ്റ്ററി ഉള്ള വാഹനങ്ങളും നോക്കിയിട്ട് തന്നെയാണ് അവർ എടുക്കണേ അല്ലെ? അതെ. ചില വണ്ടികൾക്കൊക്കെ കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവാം. പക്ഷെ എന്നാലും വണ്ടി നീറ്റ് ആയിട്ട് മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വണ്ടിയായിരിക്കും. അടുത്ത വാഹനം എന്ന് പറഞ്ഞാൽ മാരുതി സുസുക്കിയുടെ എസ്-ക്രോസ് ഡീസൽ ഹൈബ്രിഡ് വണ്ടിയാണ്. ഹൈബ്രിഡ് വണ്ടി അല്ലേ? അതെ. സിംഗിൾ ഓണർ, സെക്കൻഡ് ഓണറാണ്. പിന്നെ ഇതിന്റെ വേറെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ നമ്പർ നോക്കിയേ, KL25N0369. 369 ആരുടെ നമ്പറാ? നമ്മുടെ ബിഗ് ബി മമ്മൂക്കയുടെ നമ്പർ ആയിട്ടുള്ള വാഹനം കേട്ടോ. ഇതിന്റെ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് 8,45 കൊടുക്കും നമ്മള്. 8,45,000. സെക്കൻഡ് ഓണർ 70,000 കിലോമീറ്റർ, സീറ്റ് ഓപ്ഷനിലുള്ള വണ്ടി. പുത്തൻ ടയർ, മുള്ളു പോയിട്ടില്ല. പുത്തൻ ടയർ കേട്ടാ. അലോയില് നമ്മൾ ടയർ കുറവാണ്, നമ്മൾ ടയർ മാറും. നല്ല ടയർ, അതായത് ചൈന ടയർ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ ബ്രാൻഡഡ് JK അല്ലെങ്കിൽ ബ്രിഡ്സ്റ്റോൺ അങ്ങനെയുള്ള ബ്രാൻഡഡ് ടയർസ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. ഇന്റീരിയർ നോക്ക്. അപ്പൊ ഇതാണ് എന്റെ ഇന്റീരിയർ. അത്യാവശ്യം ഒരുപാട് ഫീച്ചേഴ്സ് ഇൻബിൽട്ട് ആയിട്ടുള്ള വണ്ടിയാണ്. ഇതിൽ ആൻഡ്രോയിഡ് വരുന്നുണ്ട്, ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, ക്രൂയിസ് കൺട്രോൾ, 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്, എല്ലാ ഫീച്ചേഴ്സും ലോഡഡ് ആണ്. അതെ. സീറ്റൊക്കെ ക്ലാസ് സീറ്റ്. അടുത്തത് റിനോൾട്ട് ട്രൈബർ. അതായത് ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു ഫാമിലിക്ക് 7 പേർക്ക് യാത്ര ചെയ്യും വേണം, വലിയ ബഡ്ജറ്റിലേക്ക് പോകാനും പറ്റില്ല എന്നുള്ള ആളുകൾക്ക് പറ്റിയ ചെറിയ ബഡ്ജറ്റിലുള്ള ഒരു 7 സീറ്റർ വാഹനമാണ് റിനോൾട്ട് ട്രൈബർ. എങ്ങനെയാണ് വിശേഷങ്ങൾ പറയണത്? ഇതിന്റെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2020 മോഡല് സിംഗിൾ ഓണർഷിപ്പില് വെറും 36,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടി. മച്ചാന്റെ വ്യൂവേഴ്സിനുള്ള റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് പ്രൈസ് 5,45,000 രൂപയ്ക്ക് നമ്മൾ വണ്ടി കൊടുക്കും. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടയേഴ്സ് ഉണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ കേട്ടാ. ഒരു സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. ചിലവന്റെ ഇന്റീരിയർ നോക്കിയല്ലോ. ഇന്റീരിയർ നോക്കാം. നീറ്റ് ആൻഡ് ക്ലീൻ ഇന്റീരിയർ ആണ്. 3 റോയിൽ AC വെന്റ് വരുന്നുണ്ട്. വാഹനത്തിൽ ഒരു സ്ക്രാച്ചുകൾ കാണാനില്ല. ഞാനിപ്പോ കണ്ട വാഹനങ്ങളിലൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ആകെ കൂടി നമ്മുടെ ആ ഒരു എക്കോ സ്പോർട്ട് മാത്രമാണ് ചെറുതായിട്ട് അല്ലെ, മുകളിലൊരു ചെറിയൊരു പൂച്ച മാന്തിയിട്ടുള്ള ഒരു സംഭവം. ഓർഡർ ബുക്ക് ചെയ്യുക, വണ്ടി എടുക്കുക, പെട്രോൾ ഓടിക്കുക. നിസാൻ മൈക്ര ആക്റ്റീവ് ആണ്. എങ്ങനെയാണ് വിശേഷങ്ങൾ പറയണേ? ഇതിന്റെ വിശേഷം 2017 മോഡല് സിംഗിൾ ഓണർ 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. നല്ല ടയർ കാര്യങ്ങളെല്ലാം ഒക്കെ പക്കയാണല്ലേ? അതെ. 4 ടയേഴ്സും നല്ല രീതിയിൽ തന്നെ 95% ടയേഴ്സ് ഉണ്ട് കേട്ടോ. ഇന്റീരിയർ നോക്കിയാലോ? നോക്കാം. അപ്പൊ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നീറ്റ് ഇന്റീരിയർ, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, കമ്പനി സ്റ്റീരിയോ ആണ് ഇതിൽ ഇപ്പോഴും ഇരിക്കുന്നത്. റിയർ സൈഡ് വന്നാലും അതെ അല്ലേ? നീറ്റ് ആൻഡ് ക്ലീൻ അല്ലേ? അതെ. വരിക, ബുക്ക് ചെയ്യുക, വണ്ടി എടുക്കുക, പെട്രോൾ ഓടുക, അത്ര തന്നെ ഉള്ളു കേട്ടോ. ഇപ്പൊ നമ്മൾ നോക്കിയിട്ടുള്ള ഇത്ര വാഹനങ്ങൾ നമുക്ക് ആക്സിഡന്റോ കാര്യങ്ങളോ ഇല്ലല്ലോ? മേജർ ആക്സിഡന്റുകൾ, ഫ്ലഡ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കില്ല. അത് നമുക്ക് 100% ഉറപ്പിക്കാം അല്ലെ? ചെറിയ സ്ക്രാച്ച് അങ്ങനത്തെ ചെറുവക ഇതൊക്കെ ഉണ്ടാവും. മേജർ ആക്സിഡന്റ് ഉണ്ടായിരിക്കില്ല, ഫ്ലഡ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, അത് 100% ഉറപ്പ് തരാലോ അല്ലെ? അപ്പൊ മച്ചാന്റെ ടീംസ് വരികയാണെന്നുണ്ടെങ്കിൽ, വീഡിയോ കണ്ടിട്ട് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3,45 കൊടുക്കും. 3,45 കൊടുക്കൂല്ലേ നമ്മുടെ വീഡിയോ കണ്ടുവരുമ്പോ? ഒന്ന് പറയണം എന്ന് മാത്രം. നമ്മൾ ഇത് ഇട്ടിട്ടുള്ള റേറ്റിലാണ് സംസാരിക്കുക. അതെ. ഈ 3,45 റേറ്റ് അല്ല,
നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്കാണ് ഈ സ്പെഷ്യൽ റേറ്റ് ആണ് അത്. റേറ്റ് ആണ് കേട്ടോ. റിനോൾട്ടിന്റെ ക്വിഡ് ക്ലൈംബർ നമ്മുടെ കുഞ്ഞല്ലേ, കുഞ്ഞൻ 2017 മോഡലാണ്. സെക്കൻഡ് ഓണർ, വെറും 39,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. വെറും 39,000 കിലോമീറ്റർ അല്ലേ? അതെ, ക്ലാസ് ആൻഡ് നീറ്റ് വാഹനം അല്ലേ? നീറ്റ് വണ്ടി, ഒരു ചെറിയ ഒരു ഫാമിലിക്കൊക്കെ പറ്റിയ ഒരു വാഹനം. വണ്ടി, ഒരു ഓട്ടോമാറ്റിക് വെഹിക്കിൾ, ചെറിയ റേഞ്ചിലുള്ള ഒരു ഓട്ടോമാറ്റിക് വെഹിക്കിൾ. ഓട്ടോമാറ്റിക് ആണ്. അതെ, ഇന്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നീറ്റ് ഇന്റീരിയർ ആണ്, ഒന്നും ചെയ്യാല്ലേ. പോലും പക്കയാണ്. 4 ടയർ പുത്തൻ ടയറാട്ടെ എന്റെ. ടയറും പുത്തൻ ടയേഴ്സ് അല്ലേ? മച്ചനെ ഈ വാഹനം എടുത്തിട്ടുള്ള ടീംസ് ഒന്നും അധികം ഓടിയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇതൊക്കെ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് നമ്മുടെ ഷോറൂമിലേക്ക് എത്തുക അല്ലേ? വരിക, എടുക്കുക, പെട്രോൾ അടിക്കുക, ഓടിക്കുക. ഇതാണ് ഇവരുടെ മുഖമുദ്ര കേട്ടോ. ഇതിന്റെ പ്രൈസ് അബുമച്ചാന്റെ വ്യൂവേഴ്സിന് നമ്മൾ സ്പെഷ്യൽ പ്രൈസ് ആയിട്ട് 335 കൊടുക്കും. 335 ഒരു ബൈക്ക് എടുക്കേണ്ട പൈസ വേണ്ടു. ഓട്ടോമാറ്റിക് കാർ, ഓട്ടോമാറ്റിക് കാർ, വെയില് കൊള്ളാണ്ട് നമുക്ക് AC ഇട്ടിട്ട് സുഖമായിട്ട് ചില്ലായിട്ട് പോവാം. വരുമ്പോ നിങ്ങൾ പറയണം അബുമച്ചാന്റെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞാലേ ഈ ഒരു ഡിസ്കൗണ്ട് കിട്ടുള്ളൂ കേട്ടോ. ഇനി ഒരുപാട് വണ്ടികളൊക്കെ എടുക്കുന്നുണ്ട്, ഓൾറെഡി വരാനും നിൽക്കുന്നുണ്ട്. പക്ഷെ എല്ലാം കൂടി ഉൾക്കൊള്ളിക്കാന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ ഒതുങ്ങില്ല. തീർച്ചയായും ലെങ്ത് വളരെ ലെങ്ത് ആയി പോകും. അതെ, അപ്പൊ നമുക്ക് ഇനിയുള്ള വാഹനങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് കാര്യങ്ങൾ അറിയാനും പറ്റും. ടെസ്റ്റ് ഡ്രൈവിന് സൗകര്യമുണ്ട് അല്ലേ? അതെ അതെ. അപ്പോ പെട്ടെന്ന് തന്നെ നമ്മുടെ ശങ്കരയ റോഡുള്ള ഓട്ടോ ലെഗസിയിൽ വരിക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയില് ഇവിടുത്തെ നമ്പർ ഉണ്ടാവും, നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം അല്ലെ? അതെ. ദിനീഷ്, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഓട്ടോ ലെഗസിയിലെ വിശേഷങ്ങൾ വരുന്നത് അല്ലെ? ഇനിയും കുറെ വിശേഷങ്ങളുണ്ട്. വണ്ടികൾ, ഒരുപാട് വണ്ടികളുണ്ട്. നമുക്ക് വരാനും ലൈനിൽ നിൽക്കുന്നുണ്ട്, പൈപ്പ് ലൈനിൽ കുറെ വണ്ടികൾ നിൽക്കുന്നുണ്ട്. വന്ന് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടികൾ നമുക്ക് തെരഞ്ഞെടുത്ത് പോവാം. അതും നമുക്ക് അഫോർഡബിൾ പ്രൈസിന് സിംഗിൾ ഓണേഴ്സ് ഓണർ വണ്ടികൾ നമുക്ക്. അതുപോലെ തന്നെ ക്വാളിറ്റിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ സ്വന്തമാക്കാം. അപ്പൊ നിങ്ങൾ നല്ല വാഹനങ്ങൾ നിങ്ങളുടെ കയ്യിൽ കൊടുക്കാനുണ്ടെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാം. നമ്മളെ കോൺടാക്ട് ചെയ്യാം. സൗകര്യങ്ങളും ഉണ്ട്. ലോണെല്ലാം നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് തരും. അപ്പോ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഓട്ടോ ലെഗസിയിലെ വിശേഷങ്ങൾ പറഞ്ഞു തന്ന മച്ചാന് ഒരുപാട് താങ്ക് യു ട്ടാ. ഓക്കെ മച്ചാൻ, അപ്പൊ ഇവിടുത്തെ നമ്പർ നമ്മൾ വെക്കും. അപ്പോ മച്ചവരെ ഒന്നും നോക്കണ്ട, ഡയറക്റ്റ് ഇപ്പൊ തന്നെ കോണ്ടാക്ട് ചെയ്തോട്ടാ. അപ്പൊ മച്ചാനെ ശരിട്ടാ, പിന്നെ മച്ചവരെ ഇന്നത്തെ വിശേഷം നമ്മുടെ തൃശ്ശൂര് ശങ്കരയ റോഡുള്ള ഓട്ടോ ലെഗസി യൂസ്ഡ് കാർസിന്റെ വിശേഷങ്ങളായിരുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ അമർത്തി ഒരു ചോട്ടി പിടിച്ചോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബു കെ വ്ലോഗ്സ് അഭിലാഷ്. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.